بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ റമദാനിലെ 19ാമത്തെ രാത്രിക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. അഥവാ രണ്ടാമത്തെ 10 ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറയുവാൻ അടുത്ത സന്ദർഭമാണിത്. മനുഷ്യർ പൊതുവെ അവസരങ്ങൾക്ക് വില കൽപ്പിക്കാറില്ല. അത് ജീവിത സൗകര്യങ്ങളുള്ളപ്പോൾ ആ സൗകര്യം എന്തുമാത്രം ഔദാര്യവും അനുഗ്രഹവുമായി ലഭിച്ചതാണ് എന്ന വിചാരം ഉണ്ടാകാറില്ല. നമ്മുടെ കാഴ്ചയുടെ വില അത് മങ്ങുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് ആരോഗ്യമുള്ള സമയത്തിൻ്റെ സുഖം നമ്മൾ അറിയുന്നത്. എന്നതുപോലെയാണ് റമദാനിലെ ഓരോ ദിവസവും പിന്നിട്ട് കഴിയുമ്പോൾ അത് ജീവിതത്തിൽ അത് മടങ്ങി വരാതെ വരുമ്പോഴാണ് അതിൻ്റെ നഷ്ടം നമ്മെ ശ്രദ്ധിപ്പിക്കുക. ലോകമെമ്പാടും ഏതാണ്ട് എല്ലാ മുസ്ലിംകളുടെയും അലസതയുടെ ഒരു രീതിയാണത്. അതാരുടെയും ഒരാളുടെ മാത്രമല്ല. വിശുദ്ധ ഖുർആൻ സൂറ അൻആം ഒരായത്ത് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നു. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസക്കും ഷിയഅൻ വയുദീഖ ബഅദക്കും ബഅസ ബഅദ് ഉൻളുർ കൈഫ നുസരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. അതിൽ 2-3 കാര്യങ്ങൾ അള്ളാഹു ഉണർത്തുന്നു. നീ പറയുക, ഹുവൽ ഖാദിറു, അള്ളാഹു കഴിവുറ്റവനാണ്. അവൻ്റെ ഒരു സിഫത്തിൽ അസ്മാഉൽ ഹുസ്നയിലെ ഒരു നാമമാണത്, അൽ ഖാദിർ. സർവത്തിനും കഴിവുറ്റവനാണ്. അതിന് പ്രത്യേകമായ ഒന്നിനോടും ബന്ധിതമൊന്നും വേണ്ട. അവൻ അപാരമായ കഴിവുകളുടെ ഉടമസ്ഥനാണ്. എന്താ കഴിവ്? അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും. നിങ്ങൾക്ക് മേൽ ഒരു ശിക്ഷ അയക്കാൻ, അത് നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗത്ത് നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാൽപാദത്തിൻ്റെ ചുവട്ടിൽ നിന്നുമാകാം. ഒന്നുകിൽ നിങ്ങളുടെ ഉപരിഭാഗത്ത് നിന്നാകാം, അല്ലെങ്കിൽ ഭൂമിയുടെ ഭാഗത്ത് നിന്നാകാം. അങ്ങനെ ഒരു ശിക്ഷ നിങ്ങൾക്ക് മേൽ അയക്കുന്നതിന് അള്ളാഹു എല്ലാ കഴിവുകളും ഉള്ളവനാണ്. പടച്ചവന്റെ ശിക്ഷയെ സംബന്ധിച്ച ഒരു താക്കീതാണത്. എന്നിട്ടവൻ പറഞ്ഞു, ഔ യൽബിസക്കും ഷിയഅ, നിങ്ങളെ വിവിധ പാർട്ടികളാക്കി മാറ്റും. നിങ്ങളെ വിവിധ പാർട്ടികളായി ഇടകലർത്തി വിടും. ഷിയ എന്ന വാക്കിന്റെ അർത്ഥം പാർട്ടി എന്നാണ്. ഷിയഅൻ എന്ന് പറഞ്ഞാൽ പാർട്ടികൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ആശയക്കുഴപ്പം ജനിപ്പിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സംശയവും ചർച്ചയും തർക്കവും ഉണ്ടാവും. അത് അവരുടെ ഇടയിൽ അവാന്തര വിഭാഗങ്ങളെ സൃഷ്ടിക്കാൻ കാരണമായി തീരും. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും അവരവർ ശരിയാണ് എന്നാണ് വിധിക്കുക. ആ വിധിയിൽ ഒരപകടമുണ്ട്, മറ്റുള്ളവർ ശരിയല്ല എന്നാണ്. ഈ പാർട്ടികളുടെ ഒരു അടിസ്ഥാന രീതി അതാണ്. ഏത് പാർട്ടി ആയിരുന്നാലും
അവരാണ് യഥാർത്ഥത്തിൽ ശരി. അവരല്ലാത്ത അപരന്മാരെല്ലാം തെറ്റാണ്. ആ ഒരു ധാരണ മനുഷ്യരിൽ വച്ചു പുലർത്തുന്നു എന്നത് ആ വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. ഇതൊരു വലിയ ശിക്ഷയായിട്ടാണ് ഈ ആയത്ത് പരാമർശിച്ചത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ ഇങ്ങനെ പോകാം. പക്ഷെ ഇതൊരു വലിയ ഈ ഉമ്മത്തൻ മുസ്ലിമയുടെ വിനാശത്തിൻ്റെ കാരണമായി. അങ്ങനെ അവർ വിവിധ കക്ഷികളും പ്രസ്ഥാനങ്ങളും പാർട്ടികളും വിഭാഗങ്ങളും ഒക്കെ ആയപ്പോൾ അള്ളാഹു അവരുടെ ഉപരിഭാഗത്ത് നിന്ന്, തലയ്ക്ക് മുകളിൽ നിന്ന് മാത്രമല്ല, കാൽ ചുവട്ടിൽ നിന്ന് മാത്രമല്ല, അവർ ഭിന്ന കക്ഷികളായതുകൊണ്ട് അവർക്കിടയിൽ നിന്നും ശിക്ഷ അവരിൽ ഭവിക്കുന്നതാണ്. അപ്പൊ ഈ കക്ഷിത്വം എന്നതൊരു ശിക്ഷയുടെ ഒരു ഇനമായി ഈ ആയത്ത് ബോധ്യപ്പെടുത്തുന്നു. വിശദമായിട്ടൊക്കെ അറിയാൻ നിങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറുകളൊക്കെ ഒന്ന് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വയുദീഖ ബഅലക്കും ബഅസ ബഅൽ. എന്തിനാ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഈ കക്ഷിത്വം ഉണ്ടാക്കി? നിങ്ങൾ അങ്ങനെ വിവിധ പാർട്ടികളും വിഭാഗങ്ങളും ആയപ്പോൾ നിങ്ങളെ രുചിപ്പിക്കാൻ വേണ്ടിയാണ്. മുകളിൽ നിന്നും താഴെ നിന്നും ശിക്ഷ ഇറങ്ങുന്നത് എങ്ങനെയോ അതിലും വലുതായി അനുഭവിപ്പിക്കുന്ന ഒരു ശിക്ഷ പാർട്ടിത്വത്തിൽ നിന്നാണ്. ബഅസ ബഅൽ, നിങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന്റെ ഇടങ്ങേറും വിഷമവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും നാശങ്ങളും അനുഭവിപ്പിക്കാൻ വേണ്ടിയാകുന്നു ഇങ്ങനെ ആക്കണത്. അത് മനുഷ്യരെ ആദ്യകാലം മുതൽ തന്നെ അങ്ങനെയായി. അള്ളാഹുവിന്റെ റസൂല് സഹാബികളെ ഉണർത്തിയ ഒരു വചനം. അതിനകത്ത് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിച്ച ഒരു ഹദീസാണ്. മിഷ്കാത്തിൽ വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഹദീസിന്റെ കിതാബുകളിലും ഉണ്ട്. ഫവഅല അലൈന, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് നബി ഞങ്ങളെ ഉപദേശിച്ചു. അത് ഒരു വലിയ ഒന്നൊന്നര ഉപദേശം എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ആ രൂപത്തിലുള്ള ഗാംഭീര്യമുള്ള ഒരു ഉപദേശം. അപ്പൊ അതിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സതറ മിൻ ബഅദി, ഇന്നക്കും സതറ മിൻ ബഅദി, നിശ്ചയം നിങ്ങൾ എനിക്ക് ശേഷം കാണാൻ കഴിയും, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അതിന്റെ പാർട്ടായി വരാൻ പോവാണ്. ഏതായി വരാൻ പോകുന്നത്? നിങ്ങൾ വലിയ അഭിപ്രായ ഭിന്നതയുടെ ആളുകളായി വരും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇഹി റാഷിദീനൽ മഹ്ദിയീൻ വഅല്ലൂ ബിഹാ ബിൻ അലൻ നവാജിദ്. അപ്പം നിങ്ങൾ എന്നെയാണ് പിന്തുടരേണ്ടത്, നബിയെ. അങ്ങനെ പിന്തുടർന്നു കഴിഞ്ഞാൽ സച്ചരിതരായ ആദ്യകാല സഹാബികളെ നിങ്ങൾ പിന്തുടർന്നു വരും. അത് അണപ്പല്ലുകൊണ്ട് മുറുകെ കടിച്ചു പിടിക്കണം. അത്ര ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നബിയുടെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളൊരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ എതിർക്കുന്നത് നേർക്ക് നേരെ ഖുർആനെയാവും. മറ്റൊരു വിഭാഗം ഈ വിഭാഗത്തെ എതിർക്കുന്നത് നേർക്ക് നേരെ നബിയെയാവും. അവരറിയില്ല അത് വലിയൊരു ധർമ്മസമരാണ്, ദീനിനകത്തുള്ള ദഅവത്താണ്, ദീനിനകത്തുള്ള പ്രവർത്തനമാണെന്ന് ധരിച്ചിട്ടാണ് അവർ അവരുടെ സമയവും സമ്പത്തും ആൾശേഷിയും ബലവും എല്ലാം ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വിനാശകരമായ ശിക്ഷ എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടത് അവസാനിപ്പിച്ചത്, ഉൻളുർ കൈഫ നുസർരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ, എങ്ങനെയാണ് നാം തെളിവുകൾ വ്യക്തമാക്കി കൊടുക്കുന്നത്, ദൃഷ്ടാന്തങ്ങളെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു അവർക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പൊ ഈ റമദാനിലെ ഇനി അവസാനത്തെ 10 എല്ലാവരും ലൈലത്തുൽ ഖദർ തേടുന്നത്. പക്ഷെ അതിനൊരു വലിയ, അതിൻ്റെ ആഗമനം തടയുന്ന ഗൗരവമായ കാര്യം ഇപ്പൊ ഈ പറഞ്ഞതാണ്. അത് 21, 23, 25, 27, 29 അത് അഭിപ്രായാന്തരങ്ങളാണ്.
പക്ഷെ സഹാബികൾ അങ്ങനെ ഒരു അഭിപ്രായത്തിലല്ല നിന്നത്. കാരണം അവരൊറ്റക്കെട്ടായി എല്ലാ സഹാബികളും ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിൽ പ്രതീക്ഷിച്ചിരുന്നു, വിശിഷ്യ അവസാനത്തെ 10. നബിയും അങ്ങനെയായിരുന്നു. പക്ഷെ അതിൻ്റെ സാങ്കത്യത്തെ തടയുന്ന ഒരേ ഒരു കാര്യം ഈ ഭിന്നതയാണ്. ഭിന്നത എന്ന് പറഞ്ഞാൽ ഉള്ളുകൊണ്ടുള്ള അകൽച്ച മാത്രമല്ല, അവർ പുറമെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അത്ര ശത്രുതയാണ് മുസ്ലിമുകൾക്കിടയിൽ, വിഭാഗീയതയിൽ. ചെറിയ ശത്രുതയൊന്നുമല്ല, 1-2 ബദർയുദ്ധം നടത്തിയാൽ തീരുന്ന ശത്രുതയല്ല. അത്ര വൈരാഗ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സഹാബികളുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വലിയ ഒരു സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ ഖദർ അറിയിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷേ നിങ്ങൾ വഴക്ക് പിടിച്ചതപ്പോൾ, വഴക്ക് കൂടിയപ്പോൾ, നിങ്ങൾ ശത്രുക്കളായപ്പോൾ അവിടെ ഉപയോഗിച്ച വാചകം, അതിലാണ് പിന്നെ ഹദീദ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്. റുഫിയത്ത് അന്നി, എന്നിൽ നിന്നത് ഉയർത്തപ്പെട്ടു എന്നാണ്. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ലൈലത്തുൽ ഖദർ ഉയർത്തപ്പെടാൻ എന്നേക്കുമായി കാരണമായി തീർന്നു ഈ ഭിന്നത എന്നർത്ഥം. അപ്പൊ രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞത് അതിൻ്റെ നിർണിതത്വത്തെ സംബന്ധിച്ച്. എപ്പോഴും എന്ന് പറയാനുള്ള, അത് അടിസ്ഥാനപരമായി നിർണയിക്കപ്പെട്ട അറിവ് നബിയിൽ നിന്ന് ഉയർത്തപ്പെട്ടു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വാസം കൊണ്ടിട്ട് എല്ലാ കൊല്ലവും ലൈലത്തുൽ ഖദർ നോക്കിയിരിക്കുകയാണ്. പരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കുന്ന ദേഷ്യത്തിലാണ് ഓരോ കക്ഷിയും ഉള്ളത്. അപ്പൊ അതൊക്കെ കൂടെ ചിന്തിച്ച് മനസ്സിലാക്കി മനസ്സെങ്കിലും ഒന്ന് വിശാലപ്പെടുത്തിയാൽ ഈ ലൈലത്തുൽ ഖദറും അതിൻ്റെ അപ്പുറമുള്ള അനുഗ്രഹങ്ങളിൽ ലഭിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم. لا إله إلا أنت سبحانك إني كنت من الظالمين. اللهم إنا نسألك الجنة ونعوذ بك من النار. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.